മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്ര ഭാഗങ്ങൾ എന്റെ പ്രിയമുള്ളവരെ കരിഞ്ഞു പോയ ഓരോ ദിനങ്ങളിൽ നമ്മൾ ചർച്ച നടത്തിയതാണ്. ഉവൈസ് റളിയല്ലാഹു തആല അൻഹുവിനെ കാണാൻ വേണ്ടിയിട്ട് അവിടുന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരുങ്ങി നടന്നതും അവിടുന്ന് ഹജ്ജിന് വേണ്ടിയിട്ട് കടന്നു വന്നവരോട് എന്റെ പ്രിയമുള്ളവരെ അവിടുന്ന് സംസാരിച്ചതും മറ്റുമൊക്കെ ആയിട്ട് എന്റെ പ്രിയമുള്ളവരെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വിശാലമായ ചരിത്രങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. ആ ഭാഗത്തിൽ നിന്ന് എന്റെ പ്രിയമുള്ളവരെ നമുക്ക് തുടങ്ങാം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അതാ മക്കയിലേക്ക് കടന്ന് മദീനയിലൂടെ കടന്നു വരുന്ന ഓരോരുത്തരെയും അവിടുന്ന് പരിശുദ്ധമായ ഉംറയ്ക്ക് വേണ്ടിയും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സിയാറത്തിന് വേണ്ടിയും കടന്നു വരുന്ന ഒരുപാട് ആളുകളുണ്ട് എന്റെ പ്രിയമുള്ളവരെ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ മുമ്പിൽ കടന്നു ചെന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട അനുയായിയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു എന്റെ പ്രിയമുള്ളവരെ അവിടുന്ന് പറയുകയാണ്, എവിടെയാണ് ഉവൈസ്, എവിടെയാണ് കർണി എന്ന നാട്ടിൽ നിന്ന് കടന്നു വരുന്നവരെന്നതിന്റെ പ്രിയമുള്ളവരെ അവിടുന്ന് ചോദിക്കുമ്പോൾ അതാ അവിടുന്ന് തന്റെ പടച്ചവനെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച നടത്തിയതുപോലെ അല്ലാഹുവേ അവിടുന്ന് എല്ലാവരും എണീറ്റുവല്ലോ. ആ പടച്ചവനെ കർണ എന്ന പ്രദേശത്തിൽ നിന്ന് കടന്നു വന്നവരെ കൂട്ടിയിട്ട് അതാ അവിടുന്ന് ഉവൈസിനെ പരിചയമായിട്ട് ചോദിക്കുകയാണ്. അല്ലാഹുവേ അവിടുന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവോട് ആ കൂട്ടത്തിൽ നിന്ന് എണീറ്റുകൊണ്ട് പറയുന്നത്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ, നിങ്ങൾ അന്വേഷിക്കുന്ന ആളുകളുണ്ടല്ലോ, നിങ്ങൾ അന്വേഷിക്കുന്ന ആ ഉവൈസ് ഉണ്ടല്ലോ, ആ ഉവൈസ് ഞങ്ങളുടെ നാട്ടിലില്ല. നിങ്ങൾ അന്വേഷിക്കാൻ മാത്രം കഴിവുള്ള പ്രാപ്തിയുള്ള ഏറ്റവും നല്ലവനായ ഒരു ഖലീഫ അന്വേഷിക്കാൻ മാത്രം പ്രാപ്തിയുള്ള ഒരാൾ ഞങ്ങളുടെ നാട്ടിലില്ലെന്ന് അതാ മഹാനായ ആ കൂട്ടത്തിൽ നിന്നുള്ള ഒരു പണ്ഡിതൻ അവിടുന്ന് എണീറ്റുകൊണ്ട് പറയുമ്പോൾ അതാ അവിടുന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അവിടുന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ പറയുന്നത് ഉവൈസിനെ തന്നെയാണോ? ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹുവിനെ തന്നെയാണോ? ഉവൈസ് ഇബ്നു ആമിർ തങ്ങളെയാണോ നിങ്ങൾ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതേ ഞങ്ങളുടെ നാട്ടിലുള്ള ഉവൈസിനെയാണ് പറയുന്നതെന്ന് പറയുമ്പോൾ അതാ അവിടുന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് കണ്ണുനീരോടുകൂടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ നാട്ടിലുള്ള ഉവൈസിനെ നിങ്ങൾ നിസ്സാരമാക്കരുത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉവൈസ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് പഠിപ്പിച്ചത് അതാ അവിടുന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഉവൈസെങ്ങാനും അവിടുന്ന് ദുആ ചെയ്താൽ റബീഅ ഗോത്രക്കാരുടെ മുലർ ഗോത്രക്കാരുടെ എണ്ണമനുസരിച്ച് എന്നും റിപ്പോർട്ടിൽ കാണാം. അല്ല അവിടെ കൂട്ടത്തിൽപ്പെട്ട ആടുകളുടെ രോമത്തിനനുസരിച്ച് എന്നും കാണാം. അത്രത്തോളം ആളുകൾ അല്ലാഹു തആല നരകത്തിൽ നിന്ന് കരകയറ്റിക്കൊണ്ട് സ്വർഗത്തിൽ വലിയ സ്ഥാനമാനങ്ങൾ കൊടുക്കുമെന്നതാ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഇത് കേട്ടെന്റെ പ്രിയമുള്ളവരെ ജനങ്ങൾ മുഴുവനും പൊട്ടിക്കരയുകയാണ്. അവിടുന്ന് വല്ലാതെ പൊട്ടിക്കരഞ്ഞു, പടച്ചവനെ. എന്നിട്ട് അവിടെ മനസ്സിനകത്ത് അവർ ചിന്തിക്കുകയാണ്, جنون سوى حبي على القوم طاهرين يناجونه في ظلمات الليل عندما به قد حلوا منه ويس بن عامر ആ ജനങ്ങളെ കൂക്കി വിളിച്ച ഉവൈസ്, ജനങ്ങളെ മുഴുവനും കല്ലെടുത്തെറിഞ്ഞ് ആട്ടിയ ഉവൈസ്, ജനങ്ങളെ ഒരുപാട് സ്ഥാനമാനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്റെ ഇടയിലൂടെ കടന്നു വരുമ്പോൾ ആട്ടിവിട്ട ഉവൈസ്, ആ ഉവൈസിന്റെ ഹൃദയത്തിൽ ആരാണെന്റെ പ്രിയമുള്ളവരെ ആ ശരീരത്തെ എല്ലാവരും അവിടുന്ന് ആട്ടിവിട്ടിരുന്നെങ്കിലോ ആ
ആ ജനങ്ങൾ ചിന്തിക്കുകയാണ്, അവിടെ ഹൃദയത്തിനകത്ത് അല്ലാഹ് എന്നുള്ള ചിന്തയായിരുന്നു. ലോകത്തിന്റെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ ചിന്തയായിരുന്നതിന്റെ ഉള്ളറയിലുണ്ടായിരുന്നത് എന്ന് അതാ അവിടുന്ന് ജനങ്ങൾ പിന്നീട് മനസ്സിലാക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, എല്ലാവരും കല്ലെടുത്തെറിഞ്ഞ ആട്ടിയ ഉവൈസാൻ, എല്ലാവരും അവിടുന്ന് കല്ലെറിഞ്ഞ ആട്ടിയ ഉവൈസാൻ, എല്ലാവരും കുറ്റപ്പെടുത്തിയ ഉവൈസാൻ. പക്ഷേ ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂലിന്റെ വല്ലാത്ത സ്ഥാനമാനങ്ങൾ ഉണ്ടായിരുന്നു. റസൂലുള്ളാഹിന്റെ അടുത്ത് വല്ലാത്ത സ്ഥാനം ഉവൈസ് റളിയല്ലാഹു തആല ഉണ്ടായിരുന്നു. മനസ്സിലായോ? അതുകൊണ്ടാണല്ലോ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏത് സമയത്തും ചോദിക്കുന്ന കാര്യം എന്താണ്? എപ്പോഴും അവിടുന്ന് ചോദിക്കുന്നത് എന്താണ്? ഐന അബൂബക്കർ റളിയല്ലാഹു അൻഹു, എവിടെയാണ് എന്റെ അബൂബക്കർ, എവിടെയാണ് എന്റെ അബൂബക്കർ എന്ന് അവിടുന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും ചോദിക്കുമായിരുന്നു. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ഈമാൻ തരണേ തമ്പുരാനെ. അവിടുന്ന് എപ്പോഴും ചോദിക്കുകയാണ്, എവിടെയാണ് എവിടെയാണ് അബൂബക്കർ, എവിടെയാണ് അബൂബക്കർ സിദ്ദീഖ് എന്ന് ചോദിക്കുമ്പോൾ ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എവിടെയാണെന്ന് എന്റെ പ്രിയമുള്ളവരെ, എവിടെയാണ് എന്ന് എപ്പോഴും ചോദിക്കും. ആയിഷ ബീവി റളിയല്ലാഹു തആല അവിടുന്ന് പറയുന്നുണ്ട്, ആയിഷ ബീവി അവിടുന്ന് പറയുന്നുണ്ട്, എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ ഇങ്ങനെ എപ്പോഴും എന്റെ വാപ്പാനെ ചോദിക്കരുതേ, എന്റെ വാപ്പാനെ നിങ്ങൾ എപ്പോഴും ചോദിക്കരുത്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ വിചാരിക്കും, കാരണം എന്താ, ആയിഷ ബീവിന്റെ പിതാവാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവർ കുടുംബക്കാരാണല്ലോ അല്ലേ? അങ്ങനെയാകുമ്പോൾ പടച്ചറബ്ബേ, അത് ആളുകൾക്കിടയിൽ പിന്നീട് നിങ്ങൾ കുടുംബക്കാരെ വല്ലാത്തൊരു ഇഷ്ടം അല്ലെ? നമ്മള് കൂട്ടത്തിൽ നിന്ന് കുടുംബക്കാരെ മാത്രം തെരഞ്ഞെടുത്ത് കൊടുക്കുക, അല്ലെങ്കിൽ കുടുംബക്കാരെ മാത്രം തെരഞ്ഞെടുത്ത് എന്തെങ്കിലും പറയുക ആകുമ്പോ ചില ആളുകളുടെ മനസ്സിൽ ചിലപ്പോൾ അറിയാതെ വരും, ആ ഓനിപ്പം അതുപോലെ കുടുംബക്കാരനാകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, അല്ലെങ്കിൽ കുടുംബക്കാരനാകൊണ്ടാണ് അതിങ്ങനെ കൊടുത്തത് എന്നുള്ള ചിന്ത വരും. എന്ന പോലെ ജനങ്ങൾക്കിടയിലോ സ്വഹാബത്തിനിടയിലോ നബിയെ ഒരു ചരിച്ചവരില്ല. അതുകൊണ്ട് നിങ്ങൾ എന്റെ വാപ്പാനെ ഇങ്ങനെ നിങ്ങൾ ചോദിക്കല്ലേ എന്ന് ആയിഷ ബീവിയോട് പറയുമായിരുന്നു. അപ്പൊ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് പറയുന്നുണ്ട്, ഞാനും എന്റെ അബൂബക്കറും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചിട്ട് ആയിഷ നിനക്ക് പറയാൻ കഴിയില്ല. അത്രത്തോളം വലിയ ബന്ധമാണ്, അത്രത്തോളം വലിയ ആനന്ദമാണ് ഞങ്ങൾ തമ്മിൽ, അത്രത്തോളം ഞങ്ങൾ വല്ലാത്ത ഒരു അടുപ്പുണ്ട് ഞങ്ങള് എന്നവിടുന്ന് എന്റെ പ്രിയമുള്ളവരെ അവിടെ നിന്നതാ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുന്നുണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, അതേപോലെ തന്നെ മുത്തുനബി അങ്ങനത്തെ വല്ലാത്ത സ്നേഹാൻ. അതാ ഇവിടുന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രബോധനത്തിന്റെ കാര്യങ്ങൾ കടന്നു വന്നപ്പോൾ അവിടെ നിന്ന് ചോദിച്ചല്ലോ, നബിയെ, ആരെയാണ് നമ്മൾ പേടിക്കുന്നത്? പരസ്യമായിട്ട് പ്രബോധനം നടത്താൻ പേടിയാണ്, ഭയമാണെന്ന് പറയുമ്പോൾ പടച്ചവനെ അവിടുന്ന് പറയുന്നുണ്ട്, ആരെയാണ് നമ്മൾ പേടിക്കുന്നത്, എന്തിനാണ് നമ്മൾ പേടിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടും അല്ലാഹുവിന്റെ ഹബീബിന്റെ ധൈര്യം കൊടുത്തത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണ്. ആ ഉമർ തങ്ങൾ അടുത്തുണ്ട്, ആ ഉമർ തങ്ങളും കാലഘട്ടത്തിലുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്ന കാര്യം എന്താണോ അത് അങ്ങനെ എടുത്തിട്ട് അല്ലാഹുവേ പടച്ചവനെ, എന്ത് സമ്പത്ത് ചോദിച്ചാലും നേരെ റസൂലുള്ളാഹിന്റെ മുമ്പിൽ അങ്ങ് കൊടുന്നു കൊടുക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട മകളെ അറിവിന്റെ പട്ടണമാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ വിശേഷിപ്പിച്ചു അലി റളിയല്ലാഹു തആല അൻഹു. ആ അലി റളിയല്ലാഹു തആല അൻഹു ഉണ്ടായിരുന്നല്ലോ, ഇവർക്കൊന്നും കൊടുക്കാത്ത സ്ഥാനമായിരുന്നു മഹാനായ ഉബൈസ് റളിയല്ലാഹു തആല അൻഹുവിന് അല്ലാഹുവിന്റെ
ഹബീബ് കൊടുക്കുന്നത് അല്ലേ? അവരൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടും ഒരു തലപ്പാവും ഈ ഒരു ഖമീസും കൊടുക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിലേക്ക് അല്ലാഹുവിന്റെ ഹബീബ് ഒരു തലപ്പാവും ഒരു ഖമീസും കൊടുത്തിക്കാണ്. ഇത്രയും പ്രമുഖരും അടുപ്പവുമുള്ള സ്വഹാബത്ത് ഉണ്ടായിട്ട് പോലും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പടച്ച റബ്ബേ അവിടുന്നുള്ള വസ്ത്രവും അവിടുത്തെ തലപ്പാവും കൊടുക്കാൻ വേണ്ടിയിട്ട് അതാ ഉവൈസ് റളിയല്ലാഹു തആല അൻഹുവിനെയാണ് അല്ലാഹുവിന്റെ ഹബീബ് ലോകത്തോട് വിട പറഞ്ഞപ്പോൾ അവിടുന്ന് തെരഞ്ഞെടുത്തത്. എന്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചിന്തിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഇത്രയും എന്റെ കൂടെ നിന്നവരുണ്ടായിരുന്നു. സ്വഹാബത്തിന്റെ മനസ്സിൽ അതാണ്, ഒന്ന് തൊടാൻ റബ്ബേ ആ തലപ്പാവെന്ന് കിട്ടിയിരുന്നെങ്കിൽ, അല്ലാഹുവേ ഒന്ന് തലയിൽ വെക്കാൻ, ഒന്ന് തൊടാൻ അത് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചവരായിരുന്നു എല്ലാ സ്വഹാബത്തും എല്ലാവരും. പക്ഷേ അല്ലാഹു തആല അല്ലാഹുവിന്റെ പ്രവാചകരെ സ്ഥാനമാനങ്ങൾ കൊടുക്കുന്നതായിരിക്കാണ്. അങ്ങ് യമനിന്റെ തീരത്തിലൂടെ കർണിന്റെ പ്രദേശത്തിലൂടെ കടന്നു പോയ ഒരു പാവപ്പെട്ട സ്വഹാബിയായിട്ടില്ല. അല്ലാഹു തആല മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ പാവപ്പെട്ട മനുഷ്യനാണ് അല്ലാഹു തആല അവസരം കൊടുക്കുന്നത്. റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ലല്ലോ അല്ലേ? അങ്ങനെ ജീവിതം അങ്ങനെ കടന്നു പോകാൻ അങ്ങനെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. എന്തേ റസൂലുള്ളാഹി ഉവൈസ് തങ്ങളെ കുറിച്ച് പറഞ്ഞു നിങ്ങൾക്ക്? റഫീഖി മിനത്താബിഈന ഉവൈസ്, എനിക്ക് താബിഈങ്ങളിൽ നിന്നൊരു കൂട്ടുകാരൻ വരാനുണ്ട്. നാളെ പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിൽ ഞങ്ങൾ കൂട്ടുകാരാണ്. അത് ഉവൈസി, അത് എന്റെ ഉവൈസാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. താബിഈകളിൽ നിന്ന് എനിക്കൊരു കൂട്ടുകാരൻ വരാനുണ്ട്. ആ കൂട്ടുകാരൻ ആരാ? മഹാനായ ഉവൈസ് റളിയല്ലാഹു തആല അൻഹു ആണ് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ പ്രിയമുള്ളവരെ നമ്മെ പഠിപ്പിക്കാൻ. മനസ്സിലായോ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യം നോക്കാൻ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കൂട്ടുകാരൻ നോക്കാൻ. അൽഹംദുലില്ലാഹ്, ദുനിയാവിൽ വെച്ചിട്ട് അല്ലാഹുവിന്റെ ഹബീബ് നേരിട്ട് കണ്ടിട്ടില്ല. ഉവൈസ് റളിയല്ലാഹു തആല തിരിച്ചും കണ്ടിട്ടില്ല. പക്ഷെ ഹൃദയത്തിൽ സ്ഥാനം ഉണ്ടായിരുന്നു. നമുക്ക് എന്താണ് കിട്ടുക? നമുക്ക് അവരെ ഹൃദയത്തിൽ റസൂലുള്ളാഹിക്ക് അത്രയ്ക്ക് സ്ഥാനം കൊടുക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് നമുക്കത് ലഭിക്കാത്തത്. ഉവൈസ് റളിയല്ലാഹു തആല ഹൃദയത്തിനകത്ത് അത്രത്തോളം പടച്ചവനെ സ്ഥാനമാനങ്ങൾ അവിടുന്ന് കൊടുത്തിരുന്നു എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. അതാ അവിടുന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല മഹാനായ അലി റളിയല്ലാഹു തആല അൻഹുണ്ട്. ഉവൈസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരുപാട് അവിടുന്ന് സവിശേഷതകൾ എന്റെ പ്രിയമുള്ളവരെ അവിടുന്ന് അതാ ചോദിക്കുകയാണ്. ചോദിച്ചിട്ട് മനസ്സിലാക്കുകയാണ്. അങ്ങനെ അതാ കർണിന്റെ തീരങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അങ്ങനെ കടന്നു ചെല്ലുകയാണ്. പടച്ചറബ്ബേ, ഇറാഖിന്റെ തീരത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ ഇറാഖിന്റെ ഒരു നദീക്കരയിൽ ഒരു ചെറുപ്പക്കാരൻ, ഒരു മെലിഞ്ഞിട്ടുള്ള ഒരാളിരുന്നിട്ട് നിസ്കരിക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ സുജൂദിൽ കിടന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് പൊട്ടിക്കരയുന്നുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഇങ്ങനെ ഒരുപാട് സ്വലാത്തുകൾ ചെല്ലുന്നുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ഇങ്ങനെ കടന്നു വന്നു. എന്നിട്ട് അവിടുന്ന് ഈ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ അടുത്തേക്ക് കടന്നു ചെല്ലുകയാണ്. അതാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും ഉസ്മാൻ അലി റളിയല്ലാഹു തആല രണ്ടുപേരും ഇങ്ങനെ കർണിന്റെ അതേ ഇറാഖിന്റെ തീരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എത്ര എന്റെ പ്രിയമുള്ളവരെ ചെറിയ മെലിഞ്ഞു നിൽക്കുന്ന ആളുകളെ കണ്ടാൽ അവിടുന്ന് ചോദിക്കും, എത്രേ നിങ്ങൾ ഉവൈസാണോ? അങ്ങനെ കടന്നു പോയി അവസാനം ഉവൈസ് റളിയല്ലാഹു തആലാന്റെ അടുത്തേക്ക് എത്തി. മെലിഞ്ഞവരെ കണ്ടാ മുഴുവൻ ചോദിക്കും, നിങ്ങൾ ഉവൈസാണോ? അങ്ങനെ ചോദിച്ചുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അലി റളിയല്ലാഹു തആല
കൊണ്ട് രണ്ടുപേരും അങ്ങനെ പോവുകയാണ്. അപ്പോഴാണ് എന്റെ പ്രിയമുള്ളവർ ഇറാഖിന്റെ നദീ തീരത്ത് മഹാനവറുകൾ സുജൂദിൽ കിടക്കുന്നു. അവിടുന്ന് പടച്ചവനെ തന്റെ ഇബാദത്തുകൾ ഇങ്ങനെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങനെ നിൽക്കുകയാണെന്ന് മനസ്സിലായപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നുകൊണ്ട് ചോദിക്കുകയാണ്, നിങ്ങളാണ് ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു? അവിടുന്ന് പറയുന്നു, ഞാൻ തന്നെയാണ് ഉവൈസ് ഇബ്നു ആമിർ. അവിടുന്ന് പറയുമ്പോൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് എന്റെ പ്രിയമുള്ളവരെ അവിടുന്ന് പറഞ്ഞിട്ടില്ല, അവിടുന്ന് ജീവിതത്തിൽ വല്ലാത്ത അനുഗ്രഹം കൊടുത്തിട്ടുള്ള ഓരോ കാര്യങ്ങളും എന്റെ പ്രിയമുള്ളവരെ അവിടുന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ പറയാൻ തുടങ്ങി. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഉവൈസ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? അവിടുന്ന് പറയുന്നു, ഞങ്ങൾ മദീനയിൽ നിന്നാണ്. ആ മദീനയിൽ നിന്നാണെന്ന് കേട്ടപ്പോൾ തന്നെ പടച്ചവനെ ഉവൈസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണുനീര് കൊണ്ട് കണ്ണ് കാണാതെയായി അവിടെ ഇങ്ങനെ കരയാൻ തുടങ്ങി. വല്ലാത്ത കരച്ചിലായിരുന്നു ഉവൈസ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവേ, അവിടുന്ന് ഒരുപാട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിനെ തന്റെ മനസ്സുകൊണ്ട് കാണുന്നത് പോലെ ഉവൈസ് റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ ഇരിക്കുകയാണ്. ആ മദീനയൊന്ന് കാണാൻ, ആ റസൂലുള്ളാഹിന്റെ അടുത്തേക്കൊന്ന് എത്താൻ വല്ലാത്ത കൊതിച്ചവരായിരുന്നു. പോയിരുന്നു നിങ്ങൾ മദീന, കൈകൾ മുൻമുതി മണത്തോ നബീന. പോയിരുന്നു നിങ്ങൾ മദീന, കൈകൾ മുൻമുതി മണത്തോ നബീന. നിന്നു ഞാനിങ്ങ് ദൂരെ മദീന, വന്നിടാൻ യോഗ്യനാണോ നബീന. കണ്ടു കൊതി തീർന്നതാര മദീന, കൊണ്ടുപോയത്ര ജീവൻ മദീന. കണ്ടു കൊതി തീർന്നതാര മദീന, കൊണ്ടുപോയത്ര ജീവൻ മദീന. ആ മദീന കാണാൻ എല്ലാവർക്കും വല്ലാത്ത കൊതിയാണ് എന്റെ പ്രിയമുള്ളവരെ. ആ മദീന കാണാൻ ആർക്കാണ് ആഗ്രഹമില്ലാത്തത്? എത്ര ജീവനാണ് ആ മദീനയിലേക്കുള്ള മഹബത്ത് കൊണ്ട് ഹുബ്ബ് കൊണ്ട് എന്റെ പ്രിയമുള്ളവരെ അവിടുന്ന് ജീവൻ നഷ്ടപ്പെട്ട എത്ര ആളുകളുണ്ട്. ജീവൻ നഷ്ടപ്പെട്ടു പോയ എത്ര ആളുകളുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, അതാ ഉവൈസ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ഇങ്ങനെ കരയാണ്, പൊട്ടിക്കരയാണ്. അവിടുന്ന് വല്ലാതെ കരഞ്ഞു. ആ ഉവൈസിനെ കുറിച്ചിട്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ആ ഉവൈസെങ്ങാനും അല്ലാഹുവിന്റെ മുമ്പിൽ ദുആ ചെയ്തു കഴിഞ്ഞാൽ അത് അപടച്ചു തമ്പുരാനെ സ്വീകരിക്കുന്നതാണ്, ഒരിക്കലും തട്ടിക്കളയില്ലെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയമുള്ളവരെ അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഉവൈസ് റളിയല്ലാഹു തആല അൻഹുവിനെ കണ്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അതാ അവിടുന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് അലി റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുന്നു, അലിയേ, എനിക്കെങ്ങാനും ഖിലാഫത്തില്ലായിരുന്നെങ്കിലോ, എനിക്കെങ്ങാനും ഖിലാഫത്ത്, എനിക്ക് ഈ ഭരണം എനിക്കില്ലായിരുന്നെങ്കിലോ, ഞാൻ ഖലീഫയായിട്ടില്ലായിരുന്നെങ്കിലോ, ഞാൻ ഉവൈസിനെ പോലെ കീറിപ്പറിഞ്ഞ വസ്ത്രം ധരിച്ചിട്ട് ഓരോ വനമേഖലകളില് ഓരോ തീരങ്ങളില് അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് അള്ളാഹുവിനെ തന്റെ ഹൃദയത്തോട് വെച്ചുകൊണ്ട് എന്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ഈ ഉമർ ഇങ്ങനെ നടക്കുമായിരുന്നു അലിയേ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ മനസ്സിനകത്തെ കൂടി വരികയെന്താണ്? നല്ലൊരു വാഹനം കാണുമ്പോ നമ്മൾ പറയും, പടച്ചവനെ, എനിക്കും അല്ലാഹുപോലെ ഒരു വാഹനം കിട്ടിയിരുന്നെങ്കിൽ, നല്ല വീട് കാണുമ്പോ എനിക്കും അതുപോലത്തെ ഒരു വീടുണ്ടായിരുന്നെങ്കിൽ, നല്ല നല്ല വസ്ത്രം ധരിച്ചിട്ടുള്ള ആളുകളെ കാണുമ്പോൾ, അല്ലെങ്കിൽ നല്ല പണക്കാരായ ആളുകളെ കാണുമ്പോൾ, പടച്ചവനെ, നമ്മളും അത്
അതുപോലെ ആയിരുന്നെങ്കിലെന്ന് നമ്മൾ പറയുകയാണ്. കീറി പറഞ്ഞിട്ട് വസ്ത്രം ധരിച്ച് നടക്കുന്ന ആളുകളെ കാണുമ്പോൾ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മളങ്ങ് മാറ്റി നിർത്തുന്നവരാണ്. ആ കൂട്ടത്തിൽ എത്രയോ അള്ളാഹുവിന്റെ ഔലിയാക്കളുണ്ടെന്നറിയോ? എത്രയോ പടച്ചവനെ അള്ളാനെ പേടിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളുണ്ടെന്നറിയോ? അവരെ കാണുമ്പോ നമുക്ക് ആക്രി പറിക്കുന്നവരാണെന്ന് തോന്നുമല്ലോ. പടച്ചവനെ അവരെ കാണുമ്പോ നമുക്ക് ഒന്നിനും പറ്റാത്തവരാണെന്ന് തോന്നുമല്ലോ. അല്ലാഹുവേ പടച്ചവനെ, അതാണ് പറഞ്ഞത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മനസ്സിലേക്ക് ഓടി വരുന്നത്, പടച്ചവനെ എനിക്കും ഇതുപോലെ ആകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അല്ലാ, എന്തൊരു സുന്ദരമാണ് അല്ലാ എന്ന് വിചാരിച്ചിരുന്നവരാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. മനസ്സിലായോ നിങ്ങൾക്ക്? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മനസ്സിൽ പറയാൻ, അലിയേ അലിയേ എനിക്കും ഇതുപോലെ ആകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. എം.എ. യൂസഫ് അലി ഇങ്ങനെ ഹെലികോപ്റ്ററിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇറങ്ങുന്ന കാണുമ്പോൾ നമുക്ക് പടച്ചോനെ നമുക്ക് അങ്ങനെ ആകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കാൻ അല്ലാഹുവേ നീ ഞങ്ങളുടെ മനസ്സിൽ ഈമാൻ തരണേ അല്ലാ. ഈമാനില്ലാത്തവരാക്കി നീ ഞങ്ങളെ മടക്കല്ലേ അല്ലാ. നല്ലത് പറയാനും നല്ലത് ചിന്തിക്കാനും മുത്തുനബിയുടെ പേരിൽ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലാനും അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ മനസ്സിനകത്ത് അല്ലാഹുവേ നീ തൗഫീഖ് തരണേ അല്ലാ. റസൂലുള്ളാഹിനെ കാണാനുള്ള ഭാഗ്യം നീ എനിക്ക് ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടിയ ഓരോരുത്തർക്ക് അല്ലാഹുവേ നീ തരണേ അല്ലാ. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ചോദിക്കുകയാണ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കാണ്, ഉവൈസ് തങ്ങളോട് ചോദിക്കുന്നു, റസൂലുള്ളാഹി ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ആ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വരാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് ഇവിടെ പറയുന്നു, എനിക്ക് രോഗിയായ എന്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടായിരുന്നു. ആ ഉമ്മാനെ ഒരുപാട് പരിചരിക്കാൻ വേണ്ടി നിന്നതാണ്. ഉമ്മ പ്രായമുള്ള ആളുകൾ ഈ പുണ്യமான ക്ലാസ് കേൾക്കുന്നുണ്ടാകും. എന്റെ പ്രിയമുള്ളവരെ, ഉമ്മാക്ക് സേവനം അനുഷ്ഠിക്കാൻ വേണ്ടി സമയം കണ്ടെത്തിയ മഹാനല്ലേ. അവിടെ നിന്ന് ആ ഉമ്മാക്ക് വേണ്ടിയിട്ട് സേവനം അനുഷ്ഠിക്കാൻ വേണ്ടി സമയം കണ്ടെത്തി റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് പോകാൻ എനിക്ക് സമയം കിട്ടാതെ വന്നു. ആ റസൂലുള്ളാഹിനെ ഒരിക്കൽ കാണാൻ ഞാൻ മദീനയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അന്ന് റസൂലുള്ളാഹിനെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് മദീനയിലില്ലായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോരുകയായിരുന്നു. ഉമ്മാക്ക് സേവനം അനുഷ്ഠിച്ചത് കൊണ്ട് കൊടുത്ത പ്രതിഫലമാണ് എന്റെ പ്രിയമുള്ളവരെ. ഇത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി അറിയിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇങ്ങനെയൊരു സംഭവമാണ് എന്റെ പ്രിയമുള്ളവരെ ഇതിന്റെ പിറകിലുള്ളത്. ഉമ്മാനെ സ്നേഹിച്ചത് കൊണ്ടാണ്. റസൂലുള്ളാഹിനെയും ഉമ്മാനെയും അവിടുന്ന് ഒരുപോലെ സ്നേഹിച്ചു പോയി. ഹൃദയത്തിൽ സ്ഥാനമാനങ്ങൾ തന്റെ ഉമ്മാക്ക് ഏറ്റവും കൂടുതൽ അവിടുന്ന് കൊടുത്തു പോയതാണ്. അല്ലാഹുവേ പടച്ചവനെ നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. എന്റെ പ്രിയമുള്ളവരെ, എന്നിട്ട് പറയാണ് റസൂലുള്ളാഹിനെ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, റസൂലുള്ളാഹിനെ നിങ്ങൾ കണ്ടിട്ടില്ലയോ എന്നവിടുന്ന് ചോദിക്കുന്ന സമയത്താണ് എന്റെ പ്രിയമുള്ളവരെ അല്ലാഹുവേ പടച്ചവനെ അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോ അവിടുന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിലേക്ക് അതാ അവിടുന്ന് മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് തന്റെ ജീവിതത്തിൽ അങ്ങ് നിരത്തി കൊടുക്കുകയാണ്. റസൂലുള്ളാഹിന്റെ നടത്തം ഇങ്ങനെയല്ലേ, റസൂലുള്ളാഹിന്റെ കണ്ണുകൾ
കണ്ണുകൾ ഇങ്ങനെയല്ലേ, റസൂലുള്ളാഹിന്റെ കവിൾ ഇങ്ങനെയല്ലേ, റസൂലുള്ളാഹിന്റെ സംസാരം ഇങ്ങനെയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾ അവിടെ നിന്ന് ഉവൈസ് റളിയല്ലാഹു തആല അൻഹു എന്റെ പ്രിയമുള്ളവരെ അവിടെ നിന്ന് നിരത്തി കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചിട്ട് എല്ലാ കാര്യങ്ങളും അവിടുന്ന് ഉവൈസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയം അത്ഭുതപ്പെട്ടു പോയി മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്നെന്റെ പ്രിയമുള്ളവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിനകത്ത് മഹാനായ ഉവൈസ് തങ്ങൾ ഉണ്ടായിരുന്നു. ഉവൈസ് തങ്ങളുടെ മനസ്സിനകത്ത് അല്ലാഹുവിന്റെ ഹബീബ് ഉണ്ടായിരുന്നു. ആ രണ്ടുപേരും അങ്ങ് ചേർന്നപ്പോൾ ഇഷ്കങ്ങ് പൊട്ടിവിടരുകയാണ്. അവര് സ്വപ്നത്തിൽ ഒരുപാട് കണ്ടിട്ടുണ്ട്. എല്ലാ ദിവസവും അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിലേക്ക് റസൂലുള്ളാഹി സ്വപ്നലോകത്ത് കടന്നു വരാറുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു ദിവസം അവിടുന്ന് കടന്നു വന്നിട്ടില്ല റസൂലുള്ളാഹി. അന്ന് മദീനയിലേക്ക് കടന്നു ചെന്നു മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. എന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, നബിയേ, ഈ അലിയോട് നിങ്ങൾ പിണങ്ങിയോ നബിയേ? ഈ അലിയോട് നിങ്ങൾ പിണങ്ങിയിരിക്കുകയാണോ നബിയെ? എന്തേ നിങ്ങൾ എന്റെ അടുത്ത് മിണ്ടാത്തത്, എന്തേ വരാതിരുന്നത് എന്ന് സങ്കടപ്പെട്ട് പറഞ്ഞു മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. ആ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ റസൂലുള്ളാഹിന്റെ ഓരോ അത്ഭുതങ്ങൾ, ഓരോ ശരീരത്തിന്റെ ഭാഗങ്ങൾ ഇങ്ങനെയല്ലേ എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ പഠിച്ചവനെ അത്ഭുതപ്പെട്ടു പോയവർ വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി. കാണാത്ത റസൂലുള്ളാഹിന്റെ രൂപം, ഒരിക്കലും തന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത റസൂലുള്ളാഹിന്റെ രൂപം അവിടുന്ന് ഉവൈസ് റളിയല്ലാഹു തആല അൻഹു എണ്ണി പറഞ്ഞു കൊടുക്കുകയാണ്. ഒന്ന് ആലോചിച്ചോക്കാ നിങ്ങൾ, അവർ സ്വപ്നത്തിൽ കണ്ടിട്ടില്ലേ? നേരിട്ടല്ലേ കാണാത്തുള്ളൂ. അത്രക്കും ബന്ധമായിരുന്നു എന്റെ പ്രിയമുള്ളവരെ. അല്ലാഹുവേ പഠിച്ചവരെ, ആ ഒരു ബന്ധം അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നിലനിർത്തിക്കൊണ്ടാകും. ഒരു 3 സ്വലാത്ത് ചൊല്ല്, മനസ്സറിഞ്ഞ് മദീനയിലേക്ക് അല്ലാഹുവേ പഠിച്ചവനെ ഒരു 3 സ്വലാത്ത് ചൊല്ല്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ, ഞങ്ങൾ ഈ ചൊല്ലിയ സ്വലാത്തിനെ മദീനയിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾ ഈ പുണ്യമായ ക്ലാസ്സിൽ ഞങ്ങൾ പറയുന്നത് നിന്റെ ഹബീബിനോടുള്ള സ്നേഹങ്ങളാണ് അല്ലാഹ്, നിന്റെ പരിശുദ്ധമായ ദീനാണ് തമ്പുരാനെ, അല്ലാതെ ഒന്നും ഞങ്ങൾ പറയുന്നില്ല അല്ലാഹ്. പടച്ചവനെ, നീ ഞങ്ങളെ കബൂലാക്കണേ അല്ലാഹ്, നന്മ നൽകണേ റബ്ബേ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്കെതിരെ വരുന്ന ഓരോ കൂരമ്പുകളെ പരിശുദ്ധ ദീനിനെതിരെ ദീന് പ്രചരിപ്പിക്കുമ്പോഴുള്ള, അത് പറയുമ്പോഴുള്ള അല്ലാഹുവേ പടച്ചവനെ, അതിനെതിരെ വരുന്ന അവർക്ക് നീ നല്ല മനസ്സ് നീ കൊടുക്കണേ അല്ലാഹ്, നല്ല മനസ്സ് നീ കൊടുക്കണേ അല്ലാഹ്. നിന്നെ മനസ്സിലാക്കാൻ, മുത്തുനബിയെ മനസ്സിലാക്കാനുള്ള ബോധം അല്ലാഹുവേ നീ അവർക്ക് കൊടുക്കണേ റഹ്മാനെ. ഹിദായത്തിന്റെ വെളിച്ചം നീ കൊടുക്കണേ അല്ലാഹ്. നാളെ സ്വർഗ്ഗത്തിൽ അവരെ ഞങ്ങളൊക്കെ സന്തോഷത്തോടു കൂടെ അല്ലാഹുവേ ഞങ്ങളെ നീ ഒന്നിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ അവിടുന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കാൻ, നിങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെ കണ്ടിട്ടുണ്ടോ? ഇത് എങ്ങനെയാണ് എന്ന് ചോദിക്കാൻ ഇങ്ങനെ കേട്ടപ്പോൾ വല്ലാതെ അത്ഭുതപ്പെട്ടിട്ട് അവിടുന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കാൻ, റസൂലുള്ളാഹിനെ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ കണ്ടത് എന്ന് ചോദിക്കുമ്പോൾ
മഹാനായ ഉവൈസ് റളിയല്ലാഹു തആല ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്ന് എണീറ്റുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ രണ്ട് കൈയിന്റെ ഭാഗത്തും പിടിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കുലുക്കിക്കൊണ്ട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് റസൂലുള്ളാഹില്ലേ? നിങ്ങളുടെ മനസ്സിനകത്ത് അല്ലാഹുവിന്റെ ഹബീബില്ലേ? നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ കണ്ണിൽ കാണേണ്ടത് റസൂലുള്ളാഹിയല്ലേ? നിങ്ങളുടെ ഹൃദയത്തിൽ ചിന്ത വരേണ്ടത് റസൂലുള്ളാഹിയല്ലേ? അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഹൃദയത്തിലില്ലയോ എന്ന് മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്. അലിയാരുടെ തങ്ങളെ ഹൃദയത്തിൽ പിടിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ശരീരത്തിൽ കുലുക്കി പിടിച്ച് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഹൃദയത്തിൽ എന്തേ റസൂലുള്ളാഹില്ലേ? ആ റസൂലുള്ള നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നിങ്ങളുടെ മനാബിലേക്ക് കടന്നു വരുമെന്ന് അതാ ഉവൈസ് റളിയല്ലാഹു തആല അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ് ജീവിതത്തിൽ നിന്ന്. എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ഉംറയ്ക്ക് പോകുന്നവരാണ്. ഇന്ന് പല ആളുകളും ഉംറ അതൊരു വല്ലാത്ത പടച്ചവനെ ടൂർ പോലെ ആക്കിയിരിക്കുകയാണ്. ഇന്ന് പർച്ചേസിന് വേണ്ടിയിട്ട് ഉംറയെ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുകയാണ്. പല ആളുകളും ഉംറയ്ക്ക് കൊണ്ടുപോകുന്ന അമീറന്മാരായ ഉസ്താദന്മാര് പറയാറുണ്ട്, ഉംറക്കല്ല പല ആളുകളുടെയും ശ്രദ്ധ ഉസ്താദേ, പല ആളുകളും ശ്രദ്ധിക്കുന്നത് പർച്ചേസിലേക്കാണ്, മറ്റു മേഖലകളിലേക്കാണ് കൊണ്ടുപോകുമ്പോൾ പല ആളുകളും ശ്രദ്ധിക്കാറുള്ളത്. വല്ലാതെ സങ്കടപ്പെട്ടു പോയിട്ടുണ്ടെന്ന് എത്രയോ ഉസ്താദ്മാര് പറയാറുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, അമീറന്മാരായിട്ട് കൊണ്ടുപോകുന്ന ആളുകൾ, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ബോധം നൽകണേ അല്ലാ. പടച്ചവനെ, ഈ സ്നേഹമുണ്ടല്ലോ നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ ഹൃദയത്തിൽ കൊടുക്കണം കേട്ടോ. നമ്മുടെ മക്കളുടെ ഹൃദയത്തിലേക്ക് കൊണ്ടു കൊടുക്കണം. നമ്മൾ റസൂലുള്ളാഹിയോടുള്ള ഈ വലിയ സ്നേഹബന്ധം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കണം. നിങ്ങൾ 100 സ്വലാത്ത് ഒരു ദിവസമെങ്കിലും ചൊല്ലിയിട്ടുണ്ടോ എന്ന് നമ്മുടെ കുട്ടികളോട് നമ്മൾ ചോദിക്കണം. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. സ്വലാത്ത് ചൊല്ലാതെ ഇങ്ങോട്ട് വരണ്ട എന്ന് എന്ത് ചെയ്യണം? എന്റെ പ്രിയമുള്ളവരെ, പറയാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച നടത്തിയ മഹാനായ ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം നമ്മൾ പറഞ്ഞല്ലോ. കളിച്ചിട്ട് വീട്ടിലേക്ക് കടന്നു വന്ന പൊന്നുമോനോട് ചോദിക്കാൻ, നീ ഇന്ന് റസൂലുള്ളാഹിനെ കണ്ടിട്ടുണ്ടോ? ഇന്ന് ഇല്ലമ്മ. ഇന്നലെ കണ്ടോ? ഇല്ല ഉമ്മ. മിനിഞ്ഞാന്ന് നീ കണ്ടോ? ഇല്ല ഉമ്മ. എന്നാൽ പുറത്തേക്ക് പൊന്നുമോനെ നിർത്തിയിട്ട് പറയാൻ, റസൂലുള്ളാഹിനെ കാണാതെ നീ വീട്ടിലേക്ക് കടന്നു വരണ്ടെന്ന് ഹുദൈഫ റളിയല്ലാഹു തആല അൻഹുവിനോട് പറയാ. എന്താണ് അങ്ങനെ പറയുന്നത്? ഈ റസൂലുള്ളാഹിനെ മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ് എന്ന് നമ്മുടെ കുട്ടികൾക്ക് തോന്നണം. റസൂലുള്ളാഹിനെ സ്നേഹിക്കേണ്ടതാണ് എന്ന് നമ്മുടെ കുട്ടികൾക്ക് തോന്നുന്ന മനസ്സിലാണോ? എന്ത് ചോദിച്ചാലും തെറ്റുകൾ ചെയ്യുമ്പോൾ കുട്ടികളോട് പറയണം, മോനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അത് ഇഷ്ടമാണോ? ഇല്ലടാ, തെറ്റുകളാണെങ്കിലും മുത്തുനബിക്ക് അത് ഇഷ്ടമില്ല മോനെ, അല്ലാഹുക്ക് അത് ഇഷ്ടമില്ല മോനെ എന്ന് പറയാൻ നമ്മൾക്ക് മനസ്സ് കാണിക്കണം. എങ്ങനെ പറയേണ്ടത്? മോനെ ഇത് അല്ലാഹുക്ക് ഇഷ്ടമല്ലട്ടോ, ഇത് മുത്തുനബിക്ക് ഇഷ്ടമല്ലട്ടോ എന്ന് നിങ്ങളുടെ കുട്ടികളോട് പറഞ്ഞു കാണി. നിങ്ങളുടെ കുട്ടികൾ പിന്നെ അത് ആവർത്തിക്കൂല. 100% ഉറപ്പാ. 100% ഉറപ്പാ. ഒരിക്കലും മാറ്റിട്ട് പിന്നെ നമ്മുടെ കുട്ടികൾ ആവർത്തിക്കൂല. നമ്മുടെ കുട്ടികൾ എന്തൊക്കെയോ തോന്നിവാസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്, പറയുന്നത്. അവർ എന്തെങ്കിലും തോന്നിവാസങ്ങൾ ചെയ്യുകയാണ്. അല്ലാഹുവേ പടച്ച തമ്പുരാനെ, ഇതിങ്ങനെ ചെയ്യുമ്പോ നമ്മുടെ മക്കളോട് ചെറുപ്പം മുതൽക്ക് ചോദിക്കണം, മോനെ നമ്മുടെ ഈ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോകത്തിന്റെ ഒരു നായകനുണ്ടടാ, ലോകത്തിന്റെ ഒരു പ്രവാചകനുണ്ട് മോനെ, മുത്തുനബി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മൾ ഈ ചെയ്യുന്ന തെറ്റുകൾ അങ്ങ് ഇഷ്ടപ്പെടുമോടാ? അത് റസൂലുള്ളാഹിക്ക് ഇഷ്ടമില്ലല്ലോ. നമ്മെ പടച്ച അല്ലാഹ് ഉണ്ടല്ലോ, ആ അല്ലാഹ്ക്ക് അത് ഇഷ്ടപ്പെടൂല എന്ന് നമ്മുടെ കുട്ടികളോട് നമ്മൾ പറഞ്ഞാൽ പിന്നീട് ആ തെറ്റവർ ആവർത്തിക്കില്ല. അവിടെ ഹൃദയത്തിൽ പിന്നീട് കടന്നു വരുന്നത്, എന്റെ ഹബീബായ നബിയെ ഞാൻ സ്നേഹിക്കേണ്ടതാണ്, എന്റെ സിദ്ധാവായ പടച്ച റബ്ബിനെ ഞാൻ സ്നേഹിക്കേണ്ടതാണ് എന്ന് നമ്മുടെ കുട്ടികൾക്ക്, എന്റെ പ്രിയമുള്ളവരെ, ഓർമ്മ വരും. അപ്പൊ പിന്നെ നമ്മുടെ കുട്ടികൾ നമ്മളെ വിട്ടിട്ട് ചാടി പോകൂല.
അവർക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ പോകൂല, അവർക്ക് ഇഷ്ടമുള്ളതായിട്ടുള്ള പ്രവർത്തനങ്ങൾ മാത്രം അവർ ചെയ്യൂല. എല്ലാ തെറ്റിൽ നിന്നും അവർ മാറി നിൽക്കുന്നതാണ്. റസൂലുള്ളാഹിനോടുള്ള സ്നേഹത്തെ പഠിപ്പിക്കുക, സൃഷ്ടാവായ പടച്ച തമ്പുരാനോടുള്ള സ്നേഹബന്ധത്തെ പഠിപ്പിക്കുക. അല്ലാഹുവേ പടച്ചവനെ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെ പള്ളിയിൽ ഇരുന്നു കൊണ്ട് ഖുത്ബയോതുകയാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പായ ഈത്തപ്പന കുറ്റിയുടെ മുകളിൽ കയറിക്കൊണ്ടാണ് അവിടുന്ന് മിമ്പറായിട്ട് ഉപയോഗിച്ചിട്ട് അവിടെ നിന്ന് എന്റെ പ്രിയമുള്ളവരെ അവിടുന്ന് ഖുത്ബയോതിയിരുന്നത്. ഒരിക്കലൊരു സ്വഹാബി അതാ പടച്ചവനെ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിനെ വല്ലാതെ സ്നേഹിച്ചു പോയവർ അവിടുന്ന് ഒരു പുതിയ മിമ്പർ പണിത് കൊടുത്തിട്ടുണ്ടല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മിമ്പറിൽ കയറിക്കൊണ്ട് ആ ഈത്തപ്പന കുറ്റി എന്ന മിമ്പറിൽ കയറിക്കൊണ്ട് ഖുത്ബയോതി. അന്ന് റസൂലുള്ളാഹിക്ക് പുതിയ മിമ്പർ ലഭിച്ചപ്പോൾ ആ പഴയ മിമ്പറിനെ മദീനയിലെ മിഹ്റാബിന്റെ ഭാഗത്തേക്കൊന്ന് മാറ്റി നിർത്തി നമസ്കാരം നടന്നു. അതാ അവിടുന്ന് ഖുത്ബയോതുകയാണ് റസൂലുള്ളാഹ്. നമസ്കാരം കഴിഞ്ഞിട്ട് റസൂലുള്ളാഹ് ദുആ ചെയ്യുമ്പോൾ ഒരു കൊച്ചുകുട്ടി തേങ്ങിക്കരയുന്നത് പോലെ എവിടെ നിന്നോ ഒരു കരച്ചിൽ ഇങ്ങനെ കേൾക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ അന്തം വിട്ടുപോയി. സ്വഹാബത്ത് അത്ഭുതപ്പെട്ടു പോയി. അവിടുന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കുമ്പോൾ പടച്ച റബ്ബേ ഇതുവരെ ഞാൻ ഖുത്ബയോതിയിരുന്ന മിമ്പറാണല്ലോ അല്ലാഹ്. ആ ഒരു ഈത്തപ്പന കുറ്റിയായിരുന്നു എന്റെ പ്രിയമുള്ളവരെ. റസൂലുള്ളാഹി ഈത്തപ്പന കുറ്റിയുടെ തലയിൽ ഇങ്ങനെ കൈ വെച്ചുകൊണ്ട് അവിടുന്ന് സമാധാനിപ്പിക്കുകയാണ്. അവിടെ നിന്ന് റസൂലുള്ളാഹി പറയുന്നുണ്ട്, ഞാൻ ഇവിടുന്ന് സമാധാനിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ ഈത്തപ്പന കുറ്റി ഖിയാമത്ത് നാൾ വരെ ഇവിടെ ഇരുന്നിട്ട് കരയുമായിരുന്നെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ ഇത് കെട്ടുകഥയല്ല, ഇത് മഹാന്മാര് റിപ്പോർട്ട് ചെയ്ത ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയുമല്ലോ. എന്റെ പ്രിയമുള്ളവരെ അല്ലാഹുവേ ഇത് റിപ്പോർട്ട് ചെയ്ത മഹാന്മാരുടെ ജീവിതം വല്ലാത്ത അത്ഭുതമായിരുന്നു. അല്ലാഹുവിനെ തന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച വല്ലാത്ത ബന്ധങ്ങൾ കൊടുത്ത മഹാന്മാരായിരുന്നു. പിന്നീട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഭക്ഷണം കൊടുത്തിട്ട് എന്റെ പ്രിയമുള്ളവരെ അവിടുന്ന് ഭക്ഷണം കഴിക്കുന്നില്ല, അവിടുന്ന് ഭക്ഷണം കഴിക്കുന്നില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ ഭാര്യയുടെ മുമ്പിൽ ഇങ്ങനെ കരയുകയാണ്. ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചാൽ അവിടുന്ന് കരയുന്നു, നമസ്കാരം കഴിഞ്ഞാൽ കരയുന്നു, പാതിരാ സമയത്തിന്റെ നിശബ്ദതയിൽ എണീറ്റിരുന്നു കൊണ്ട് പൊട്ടിക്കരയുന്നു. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ അവിടുന്ന് ആലോചിച്ചുകൊണ്ടാണ് കരയുന്നത്. തന്റെ ഭാര്യ അവിടുന്ന് ചോദിക്കുകയാണ്, ഉമർ തങ്ങളെ നിങ്ങൾ എന്താണ് കരയുന്നത്, നിങ്ങൾക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവിടെ നിന്ന് ഉമർ തങ്ങൾ കൊടുത്ത മറുപടി എന്താണെന്നറിയോ? പെണ്ണെ, ഞാൻ കരയുന്നത് എന്താണെന്നറിയോ? ഇന്നലെ മദീനയിലെ പള്ളിയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി പെണ്ണെ. ആ ഒരു ഈത്തപ്പനക്കുറ്റി ഉണ്ടല്ലോ, അത്രക്ക് പോലും ഈമാൻ എന്റെ ഹൃദയത്തിൽ ഇല്ലാതെ പോയല്ലോ പെണ്ണെ. ആ ഒരു ഈത്തപ്പനക്കുറ്റിക്ക് പോലും റസൂലുള്ളാഹിയോട് എന്ത് സ്നേഹമായിരുന്നു. ആ സ്നേഹം എനിക്കില്ലല്ലോ അല്ലാഹ് എന്ന് ആലോചിച്ചുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്നവിടുന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് കരഞ്ഞുകൊണ്ട് പറയാൻ, അല്ലാഹുവേ പടച്ചവനെ ഞങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാഹ്. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉബൈസ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഇങ്ങനെ പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട്,
ഉവൈസ് തങ്ങളെ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് കൊടുത്തിട്ടുള്ളത്? എത്രത്തോളമാണ് നിങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഉവൈസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വായ് ഇങ്ങനെ തുറന്നു കൊടുത്തിട്ട് അവിടുന്ന് പറയുന്നു, മുൻപല്ല് പൊട്ടി വാർത്ത കേട്ട് ഉവൈസോര് ഞെട്ടി, താഴെ നിന്നും എടുത്തോരു കല്ല് മുഴുവനായും തകർത്തില്ലേ പല്ല്. ഉഹദിൽ ത്വാഹാവിൻ മുൻപല്ല് പൊട്ടി വാർത്ത കേട്ട് ഉവൈസോര് ഞെട്ടി, താഴെ നിന്നും എടുത്തോരു കല്ല് മുഴുവനായും തകർത്തില്ലേ പല്ല്. ആളിക്കത്തുന്ന തീയാണ് ഇഷ്ക്, അതിനകത്തോ വല്ലാത്ത തണുപ്പ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം ചെയ്യുന്നുണ്ട്. ഉഹദിന്റെ രണാങ്കണത്തിൽ അവിടുന്ന് പങ്കെടുക്കുന്നുണ്ടെന്ന് ഉവൈസ് റളിയല്ലാഹു തആല അൻഹു അറിയുകയാണല്ലോ. ഉവൈസ് റളിയല്ലാഹു തആല അൻഹു ഓടുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ആ കർണിന്റെ തീരത്തിലൂടെ കടന്നു വരുന്ന എല്ലാവരോടും ചോദിക്കുകയാണ്, നിങ്ങൾ മുത്തുനബിയെ കണ്ടോ? എന്റെ ഹബീബിനെ നിങ്ങൾ കണ്ടോ? കാരണം ആ ഉഹദിലാണ് റസൂലുള്ള ലോകത്തോട് വിട പറഞ്ഞെന്ന വാർത്ത പറഞ്ഞത്. എന്റെ പ്രിയമുള്ളവരെ, ഉവൈസ് തങ്ങൾ ചോദിക്കുകയാണ്, എന്റെ ഹബീബ് എവിടെ? എന്റെ റസൂലുള്ള എവിടെയാണ്? എന്റെ റസൂലിന് എന്താണ് പറ്റിയതെന്ന് പറഞ്ഞപ്പോൾ അതാ അവിടുന്ന് തന്റെ സ്വഹാബത്ത് മുമ്പിലൂടെ കടന്നു വന്നവർ പറയാണ്, ഞങ്ങൾ റസൂലുള്ളാഹിനെ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ യുദ്ധം കഴിഞ്ഞിട്ട് വരികയാണ്. എന്റെ റസൂലുള്ളാഹിക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് കേൾക്കുന്നു, റസൂലുള്ളാഹിന്റെ മുൻപല്ല് പൊട്ടിയിട്ടുണ്ട്. ഇത് കേട്ട് ഉവൈസ് റളിയല്ലാഹു തആല അൻഹു ഒരു ഭ്രാന്തനെ പോലെ കർണിന്റെ തീരത്തിലൂടെ ഓടുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, എന്നിട്ട് ഉവൈസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവേ ഒരു പാറക്കല്ലിന്റെ ചീലെടുത്തിട്ട് അല്ലാഹ് തന്റെ മുൻപല്ല് കുത്തിപ്പൊട്ടിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, എന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കില്ലാത്ത ഈ പല്ലെനിക്ക് വേണ്ട അല്ലാഹ് എന്ന് പറഞ്ഞു. മഹാനായ ഉവൈസ് റളിയല്ലാഹു തആല അൻഹു തന്റെ വായ് ഇങ്ങനെ തുറന്നു കൊടുത്തിട്ട് ഉമർ തങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ പിടിച്ചിട്ട് പറയുന്നു, ഉമറേ, ഖലീഫയായ ഉമറേ, ഇന്നിതാ എന്റെ വായക്കകത്തുള്ള ഈ പല്ല് ഞാൻ എന്റെ ഹബീബിന് വേണ്ടിയിട്ട് ഞാനിതാ എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ എന്റെ ഹബീബിനെ ഞാൻ സ്നേഹിച്ചതിന്റെ അടയാളമല്ലേ എന്നവിടുന്ന് ചോദിച്ചു മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു. ഇത്രത്തോളമാണ് എന്റെ പ്രിയമുള്ളവരെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഉവൈസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സ്നേഹം പറഞ്ഞാൽ തീരൂല. നമ്മളൊക്കെ ചെറിയൊരു അണുമണി തൂക്കം മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. മുത്തുനബിയോട് നമ്മൾ ഒന്ന് ആലോചിക്കുക. ഇന്ന് നമ്മൾ ഒരുപാട് സമയങ്ങൾ കഴിഞ്ഞു, മണിക്കൂറുകൾ ഇന്നത്തെ ദിവസം കഴിഞ്ഞു അല്ലേ? എത്ര തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് ഒന്ന് ആലോചിക്കുക. നമ്മൾ പറഞ്ഞത്, നമ്മൾ കണ്ടത്, ചിന്തിച്ചത് അല്ലേ? എന്തൊക്കെ തെറ്റുകളുണ്ട്. ഇന്നലത്തെ 24 മണിക്കൂറിൽ എന്തെല്ലാം തെറ്റുകളാണ് നമ്മുടെ ഹൃദയത്തിൽ വന്നിട്ടുള്ളത്. അല്ലാഹ്, ഈ പറയുന്ന ഞാനും എന്നെ കേൾക്കുന്ന നിങ്ങളും ഒരുപാട് സമയങ്ങൾ കടന്നു. എത്രയോ തെറ്റുകളാണ് റബ്ബേ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നത്. എന്നാൽ റസൂലുള്ളാഹിന്റെ സ്നേഹമുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ആ തെറ്റുകൾ കടന്നു വരൂല. മുത്തുനബിയോട് ആത്മാർത്ഥമായിട്ട് സ്നേഹമുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനകത്ത് ആ തെറ്റ് വരൂല. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അല്ലാഹുവേ, മുത്തുനബിയോടുള്ള വലിയ സ്നേഹം, മഹബ്ബത്ത് അല്ലാഹുവേ നീ ഞങ്ങളുടെ ഹൃദയത്തിൽ നിലനിർത്തി തരണേ റഹ്മാനെ. നീ നിലനിർത്തി തരണേ റഹ്മാനെ.